നമ്മൾ ഇന്നൊരു കൊച്ചി യാത്ര പോവുകയാണ്. ഈ യാത്ര എന്ന് പറയുന്നത് എവിടേക്കാണെന്നുള്ളത് ഞാൻ പോകുന്ന വഴിക്ക് പറയാം കേട്ടോ. ഇത് നമ്മളുടെ മൂന്നാർ ഗ്യാപ്പ് റോഡാണ്. ഈ ഒരു പാലം എന്ന് പറയുന്നത്, ഈ റോഡിൻ്റെ പാലം ചെന്ന് കയറുന്നത് നമ്മുടെ നേരിമംഗലം പാലമാണ്. അതായത് പണ്ട് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച പാലം എന്നും പറയും കേട്ടോ. എനിക്ക് ഇങ്ങോട്ടുള്ള യാത്ര എന്നൊക്കെ പറയുന്നത് ഭയങ്കര നൊസ്റ്റാൾജിയ തരുന്നതാണ്. ഈ ഒരു പാലമൊക്കെ കടന്ന് നേരിമംഗലം വനത്തിലേക്കൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം നാട്ടിലെ എനിക്ക് ചെന്ന ഒരു പ്രതീതിയാണ്. കാരണം ഞാൻ പാറത്തോടുകാരിയാണ്, അടിമാലി പാറത്തോടുകാരിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാലം കടന്ന് എപ്പോൾ യാത്ര തുടങ്ങിയാലും എൻ്റെ അച്ഛൻ്റെ നാട്ടിൽ പോകുന്ന ഫീലിങ്സ് എനിക്ക് അതേ ഫീലിങ്സ് തന്നെയാണ്. അടിമാലിയൊക്കെ എത്താറാകുമ്പോഴത്തേനും ഒരു ഭയങ്കര നൊസ്റ്റാൾജിയാണ് എനിക്ക് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ മൂന്നാർ ഗ്യാപ്പ് റോഡ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഫീലിങ്സ് തരുന്ന ഒരു റോഡ് തന്നെയാണ് എനിക്ക് എന്നും എപ്പോഴും. അതുകൊണ്ട് ഇടുക്കിയുടെയും എറണാകുളത്തിൻ്റെയൊക്കെ ഒരു പ്രാന്തപ്രദേശമായിട്ടുള്ള മാമലക്കണ്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ ഈ റീലിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു സ്കൂളുണ്ട്. ആ സ്കൂളൊന്ന് കാണാൻ വേണ്ടിയിട്ടാട്ടോ ഇന്നത്തെ ഒരു യാത്ര പോകുന്നത് നമ്മൾ ശരിക്കും നേരിമംഗലം വനത്തിനോട് ചേർന്നുള്ള പഴയ ഗ്യാപ്പ് റോഡ് വഴിയാണ് എപ്പോഴും മാമലക്കണ്ടത്തേക്ക് എത്താനുള്ള ഒരു റോഡെന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരിമംഗലം വനമൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറേ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ട്, നല്ല വേനലല്ലേ. അപ്പോൾ നല്ലൊരു ഇളനീര് നമുക്ക് ആ കടയിൽ നിന്ന് കിട്ടി. ഒരു കടയിൽ കയറി നമ്മൾ ഇളനീരൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് യാത്ര തുടരാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഇളനീരൊക്കെ കുടിച്ചിട്ട് യാത്ര തുടരുവാണ്. ഇവിടുന്ന് അതായത് നേരിമംഗലം വനം ഫുള്ള് നമ്മൾ കവർ ചെയ്ത് അടിമാലി റൂട്ട് പോകണ്ട. അതിനു മുമ്പ് 10 മൈൽ ചെയ്യുന്നിട്ട് 10 മൈലിൽ നിന്ന് ഇടത്തേക്ക് കയറി പോരുന്ന റോഡെ നമ്മൾ കയറി പോന്നു കഴിഞ്ഞാൽ പഴയ മാമലക്കണ്ടം റോഡ് നമുക്ക് കാണാൻ പറ്റും. ഇതിലെ ബസ് റൂട്ട് എന്ന് പറയുന്നത് 1-2 ബസ്സുകൾ മാത്രം സർവീസ് നടത്തുന്ന ഒരു സ്ഥലമാണ് മാമലക്കണ്ടം. 8 മണിക്ക് ശേഷം 6:40 ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു ബസ് സർവീസ് ഇല്ല. മറ്റു വാഹനങ്ങളെയൊക്കെ ആശ്രയിച്ചാണ് ഇവിടുത്തുകാർ ഇപ്പോഴും ഉള്ളത്. പഴയ റോഡായതുകൊണ്ട് തന്നെ ബസ് സർവീസ് ഇല്ലാത്ത ഒരു സ്ഥലം കൂടിയാണ്. തന്നെയുമല്ല വനത്തിനകത്തൂടെയുള്ള ഒരു റോഡും കൂടിയാണ് കേട്ടോ നമ്മുടെ മാമലക്കണ്ടം റോഡ് എന്ന് പറയുന്നത്. ഇതുവഴിയൊക്കെ യാത്ര പോയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. ഇത് എംബ്ലാശ്ശേരി അല്ലെ കമ്പിലൈൻ പോകുന്ന ഒരു റൂട്ടും കൂടിയാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ ഇടത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് വനത്തിനകത്തൂടെയുള്ള യാത്രയാണ് ഇനിയുള്ളത്. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം എന്താ പറയുന്നത്, ചെറിയ ചെറിയ വീടുകളും മറ്റു കാര്യങ്ങളും കടകളും ഒക്കെ ഉള്ളൂ. കുറേ ഭാഗം അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും വനത്തിനുള്ളിലൂടെ തന്നെയാണ് യാത്ര തുടരുന്നത്. അതുകൊണ്ട് തന്നെ ആണ് മാമലക്കണ്ടത്തിന് ഇത്ര വലിയൊരു പ്രത്യേകത കിട്ടാനുള്ളൊരു കാരണം. നമ്മൾ ചില റീലുകളിലും മറ്റും കണ്ടിട്ടുള്ള പുറകിൽ പാറയിൽ നിന്ന് വെള്ളമൊക്കെ ഒഴുകി അതിമനോഹരമായിട്ട് നിലകൊള്ളുന്ന ഒരു സ്കൂളുണ്ട്, ഒരു ഗവൺമെൻറ് സ്കൂളുണ്ട്. അത് കവർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു യാത്രയൊക്കെ പോകുന്നത്. ഞാൻ ഉച്ച കഴിഞ്ഞുള്ളൊരു ടൈമിലാണ് ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. കാരണം നല്ല ചൂടുള്ള ഒരു സമയമല്ലേ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഉച്ച കഴിഞ്ഞാണ് ഇറങ്ങിയത്. അപ്പോൾ വൈകുന്നേരത്തോടൊക്കെ അടുത്തിട്ടാണ് ശരിക്കും മാമലക്കണ്ടം. ഇത് ശരിക്കും വനത്തിന് ഭാഗത്ത് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കാട്ടുതീ ഉണ്ടായിട്ടുണ്ടെന്ന് അവിടെ ഉള്ള ആളുകളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇത്രയും ദൂരം വന്നപ്പോൾ ഇത്തിരി മടുത്തേ. അപ്പോൾ പിന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് ശരിക്കും വനം തന്നെയാണ് കേട്ടോ, കാട്ടുതീ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പതിയെ യാത്ര തുടരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ വനത്തിനുള്ളിൽ ഒരുപാട് കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ആനയെ കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും മാമലക്കണ്ടത്തിന് യാത്രയാകുന്നത്. പകലായിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ, നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാട്ടാനക്കൂട്ടത്തെ നമുക്ക് അടുത്തും അകലെയും ഒക്കെ വെച്ച് കാണാം കേട്ടോ. പിന്നെ കാട്ടുപോത്തുണ്ട്, മ്ലാവുണ്ട്, അങ്ങനെ ഒരുപാട് കുരങ്ങുണ്ട്, അങ്ങനെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉള്ള വനം തന്നെയാണ് കേട്ടോ ഈ ഫോറസ്റ്റ്. ഇത് നമ്മൾ നേരിമംഗലം, പൊന്മുടി
ആ ഒരു വനാന്തര പ്രദേശങ്ങളെയെല്ലാം ബന്ധിപ്പിച്ചു പോരുന്ന വനാതിർത്തി തന്നെയാണ് കേട്ടോ, വന മേഖല തന്നെയാണ് ഇതും മാമലക്കണ്ടം എന്ന് പറയുന്നത്. ഇവിടെ മൃഗങ്ങളുടെ രാത്രിയായി കഴിഞ്ഞാൽ മൃഗങ്ങളുടെ ശല്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ റോഡിൽ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ് സർവീസ് ഇല്ലാത്തതും മറ്റുള്ളവർ ഫോറസ്റ്റിനുള്ളിലേക്ക് അലൗഡ് അല്ലാത്തതും. ഈ റോഡെ അങ്ങനെ കുറേ പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോഡെ അങ്ങനെ ആരും പോരാറില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പഴയ റോഡ് തന്നെയാണ്, മൂന്നാറിനെ ബന്ധിപ്പിച്ചിരുന്ന റോഡാണ്. പിന്നെ എല്ലാവരും പറയാറുള്ള ഒരു സാധനം ഞാൻ കാണിച്ചില്ല, ഈ മരത്തെ കണ്ടോ ഒരു ഇലയായിട്ട് നിൽക്കുന്നത്. ഇത് നമ്മളെപ്പോഴും പറയും, പല വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, ആട്ടുകാല്, ആട്ടും സൂപ്പ്, ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന മഷിപ്പച്ചയാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞ് ഇത് വലിയ വനങ്ങളിലും വനത്തിൻ്റെ ഉൾഭാഗങ്ങളിലും പാറക്കെട്ടുകളിലും ഒക്കെ വളരുന്ന ഒരു തരം മഷിപ്പച്ചയാണ്. ഇതിനെയാണ് ആൾക്കാർ ആട്ടുംകാലും സൂപ്പെന്നും മറ്റേ സൂപ്പെന്നും ഒക്കെ പറഞ്ഞിട്ട് ഈ വീഡിയോസിലൊക്കെ കാണുന്നത്. നമ്മൾ കഴിച്ചാൽ നമുക്ക് യൗവനം ഉണ്ടാവും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അതൊന്നും അല്ല കേട്ടോ, ഇതൊക്കെ ഫേക്കാണ്. പിന്നെ ഈ വരുന്ന ഒരു ബസ് നമ്മുടെ ഈ മാമലക്കണ്ടത്തെ ബന്ധിപ്പിച്ച് പോകുന്നൊരു ബസ്സാണ് കേട്ടോ. ഞാൻ ബസ്സിൻ്റെ ഫോട്ടോ എടുത്തപ്പോൾ ഡ്രൈവർ എന്നെ കൈവീശി കാണിച്ച്, അത് ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മൾ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തപ്പോൾ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അപ്പം ഞാനിവിടെ വന്നേ പിന്നെ ആദ്യം കാണുന്ന ഒരു ബസ് അതാണ് കേട്ടോ. ഇത് നമ്മൾ ശരിക്കും മാമലക്കണ്ടം വരെയേ ഉള്ളൂ ഈ ബസ് സർവീസ്. ഇത് എന്നിട്ട് തിരിച്ച് റിട്ടേൺ പോരും കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെയും യാത്ര തുടരുകയാണ്. അപ്പോൾ വന പ്രദേശമൊക്കെ പിന്നിട്ടിട്ട് നമ്മൾ ശരിക്കും മാമലക്കണ്ടത്തെന്ന് പറയുന്ന ചെറിയ ഒരു ഗ്രാമപ്രദേശത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വരുന്നവർക്ക് തിരിച്ചു പോകാൻ പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ബസ് സർവീസോ അല്ലെങ്കിൽ രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടും ഇവിടെ അധികം ചെറിയ വീടുകളിലൊക്കെ ഹോം സ്റ്റേകളും ഉണ്ട് കേട്ടോ. ഇവിടെ വരുന്നവർക്ക് ഈ ഇവിടുത്തെ മാമലക്കണ്ടത്തിനെ ഭംഗി ആസ്വദിക്കാനൊക്കെ കഴിയുന്നത് കൊണ്ടായിരിക്കും ഓരോ വീടുകളിലും ചെറിയ രീതിയിലുള്ള ഹോം സ്റ്റേകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ കയറിപ്പോരുന്ന ആ ചെറിയ മെയിൻ കവല കഴിഞ്ഞ് കയറിപ്പോരുന്നിടത്താണ് കേട്ടോ നമ്മൾ കാണാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ നമ്മൾ കവർ ചെയ്യണം എന്ന് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് നമ്മളിതാ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മൾ ഗവൺമെൻറ് ഹൈസ്കൂൾ മാമലക്കണ്ടത്ത് എത്തിയിരിക്കുന്നു കേട്ടോ. ഈ സ്കൂള് കാണാൻ വരുന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുള്ളത് കൊണ്ടായിരിക്കും സ്കൂളിന് സമീപത്തായിട്ട് ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ, ചെറിയ ചെറിയ സ്നാക്ക് കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ച ഗവൺമെൻറ് ഹൈസ്കൂൾ മാമലക്കണ്ടം എന്ന് പറയുന്നത്. നല്ല ഒരു മനോഹരമായ ഒരു ഹൈസ്കൂളാണ് കേട്ടോ. എറണാകുളം ജില്ലയും ഇടുക്കിയുടെയും ഒക്കെ ഒരു സമന്വയത്തിൽ നിൽക്കുന്ന അടിപൊളിയായിട്ട് നമ്മൾ റീലിലും മറ്റ് വ്ളോഗിലും ഒക്കെ കണ്ടിട്ടുള്ള ഗവൺമെൻറ് ഹൈസ്കൂൾ മാമലക്കണ്ടം. തോന്നുന്നു ആ സ്കൂളിൻ്റെ പുറകിൽ കണ്ടല്ലോ ആ പാട് പോലെ കാണുന്നത്, അത് വെള്ളം ഒഴുകുന്ന ഒരു സംഭവമാണ്. ആ മലയിൽ നിന്ന് ആ വെള്ളം ഒഴുകി ആ സ്കൂളിൻ്റെ മനോഹാരിത കൊണ്ടാണ് എല്ലാ ആളുകളും ഈ ഒരു സ്കൂൾ കാണാൻ എത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത്രമേൽ മനോഹരമാണ്. മഴക്കാലത്തൊക്കെ വന്ന ഭയങ്കര ഭംഗിയായിരിക്കും കാണാനൊക്കെ. പിന്നെ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുത്തു കേട്ടോ. എനിക്ക് എന്തായാലും ആ സ്കൂളും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടു. നമ്മൾ ചില റീലുകളിലും വ്ളോഗുകളിലും മാത്രം കണ്ട ഒരു സ്ഥലത്ത് നമ്മൾ എത്തുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഫീലിങ്സ് ഉണ്ടാവും, ഒരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ എനിക്കുണ്ടായി കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ചു വന്ന ആ ഒരു സ്ഥലവും കാര്യങ്ങളും ഒക്കെ. അപ്പം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ആള് വന്നു കളിക്കും. ഞാൻ ഇവരുടെ കണ്ണാപ്പിക്ക്
അങ്ങനെ നമ്മൾ കാണാൻ വന്ന ആ മനോഹര ഫ്രെയിമൊക്കെ പകർത്തി, അതുപോലെ ആ കുട്ടികളുടെ ആ താഴ്വാരത്തുള്ള ഫുട്ബോൾ കളിയും കാര്യങ്ങളും എല്ലാം കണ്ട് ആസ്വദിച്ചു. സമയം ഒരുപാട് രാത്രിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാമലക്കണ്ടത്തോട് വിട പറയുകയാണ്. അപ്പോൾ കുറേ നാട്ടുകാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി വനത്തിനുള്ളിലൂടെ യാത്ര ചെയ്യുന്നത് ഹോൺ അടിക്കാതെ യാത്ര ചെയ്യണം, അതുപോലെ ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കാതെ വേണം പോവാനായിട്ട്. കാട്ടുമൃഗങ്ങളുടെ ഒരുപാട് ശല്യം ഉണ്ടാകാം, ആന റോഡിലുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വളരെ പതിയാണ് വണ്ടി പോയത്. പക്ഷെ എന്നിരുന്നാലും നല്ല ഭയം ഉണ്ടായിരുന്നു കേട്ടോ. രാത്രിയിൽ വനത്തിനുള്ളിലൂടെ ഉള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒന്നൊന്നര എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്കൊരു ഭയമൊക്കെ തോന്നും. പിന്നെ റോഡിൻ്റെ അവസ്ഥ പറയേ വേണ്ട. നമ്മൾ വന്ന വഴിക്ക് തന്നെ നമ്മൾ റിട്ടേൺ പോയിട്ടുണ്ടെങ്കിൽ ഒരു 10-25 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്താലേ നമ്മൾ നേര്യമംഗലത്ത് എത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഓഫ് റോഡ്, ഇത് കാണുന്നത് ഓഫ് റോഡാണ്, വനത്തിനുള്ളിലൂടെ തന്നെയാണ്. അപ്പം ഈ ഒരു റോഡിൽ പോയാൽ ഇത്തിരി ദൂരക്കുറവുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാട്ടോ നമ്മൾ റിട്ടേൺ ഈ റോഡിൽ പോകുന്നത്. പക്ഷേ ഈ റോഡ് ഒരു രക്ഷയില്ല, കുണ്ടും കുഴിയും, എന്താ പറയണ, ഒട്ടും നമുക്ക് സഞ്ചാരയോഗ്യമല്ല. വനത്തിനുള്ളിലെ റോഡായതുകൊണ്ടായിരിക്കും ഈ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടും കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉള്ളതുകൊണ്ടുമാണ് ശരിക്കും പറഞ്ഞാൽ മാമലക്കണ്ടത്തിലേക്ക് എത്തുന്ന ഏതൊരു വിനോദസഞ്ചാരിയോടും രാത്രികാലങ്ങളിൽ സഞ്ചരിക്കാൻ പാടില്ല എന്നുള്ളത് അവിടുത്തുകാർ പറയുന്നത്. ഇനിയിപ്പോൾ രാവിലെ ഇവിടുന്ന് ബസ് സർവീസും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് മൃഗങ്ങളെക്കാളും എനിക്ക് ഭയം തോന്നിയത് രാത്രിയിൽ ഈ വനത്തിലൂടെയുള്ള യാത്രയാണ്. ഭയങ്കര ഭീകരാന്തരീക്ഷമായിരിക്കും. ഒരുപാട് നമ്മൾക്ക് അറിയത്തില്ലാത്ത കിളികളുടെയും പേരറിയാത്ത ഒരുപാട് പക്ഷിമൃഗാദികളുടെയൊക്കെ സൗണ്ടുകളും മറ്റ് ചീവീടുകളുടെ ഒച്ചയൊക്കെ നമ്മളെ ശരിക്കും ഭയപ്പെടുത്തും കേട്ടോ. ഇതും നമ്മളുടെ ജീവിതത്തിൽ ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലേക്കൊക്കെ എത്തി. അവിടെയൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ഐസ്ക്രീം പാർലറൊക്കെ കണ്ടു. അവിടെ കയറി ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തായാലും ഭയവും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ശരിക്കും എനിക്ക് വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നേ, ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഐസ്ക്രീം ഒക്കെ കഴിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഈ ഒരു യാത്രയും വിവരണവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു വ്ളോഗും മറ്റൊരു വീഡിയോയും ഒക്കെ ആയിട്ട് പിന്നെ കാണാം. സൈനിങ് ഓഫ്.